2026 2027 അധ്യയന വർഷത്തിലെ ആദ്യത്തെ പൊതുപരീക്ഷ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഓണപരീക്ഷ ഓഗസ്റ്റ് 10-ാം തീയതി തുടങ്ങുമെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ അതിൽ ടൈം ടേബിളും കാര്യങ്ങളും ഒന്നും വന്നിട്ടൊന്നുമില്ല. എന്നിരുന്നാലും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്ന ഓണപരീക്ഷ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും ഏതൊക്കെ ചാപ്റ്റർ ഉണ്ടാവും, അതിൽ തന്നെ എത്ര മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പൊ ആ ഒരു കാര്യം മക്കളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ടാർഗറ്റ്. ഓക്കെ, അപ്പൊ എൻ്റെ പേര് ജസീലാണ്. ഞാൻ റേസിലെ ഒരു അധ്യാപകനാണ്. മക്കളെ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് ചെയ്തേക്കുക. അതേപോലെ നിങ്ങളെ കുട്ടികളിലേക്കൊക്കെ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊന്ന് അറിയിച്ചു കൊടുക്കുക. സോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഞാൻ കാര്യത്തിലോട്ട് കിടക്കാം. സോ ഓണം 2026 ഓണ പരിപാടിയല്ല, ഓണ പരീക്ഷയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കെമിസ്ട്രിയിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടാവും? എന്തായാലും ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടാവും, സെക്കൻഡ് ചാപ്റ്റർ ഉണ്ടാവും, തേർഡ് ചാപ്റ്റർ ഉണ്ടാവും, ഫോർത്ത് ചാപ്റ്റർ ഉണ്ടാവുമില്ലേ? ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് എക്സാമിന് ചോദിക്കാം. നമുക്കറിയാം കെമിസ്ട്രിയിൽ മാക്സിമം കിട്ടുക 60 മാർക്കാണ്. ഈ 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ടോട്ടൽ ചോയ്സ് അടക്കം 75 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ 75/4 ഏകദേശം ഒരു 18-19 ഇടയിൽ നമുക്കൊരു ചാപ്റ്ററിന് ചോദിക്കാന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. പക്ഷേ D&F ബ്ലോക്ക് എലമെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ അത്ര വലിയ ചാപ്റ്റർ അല്ലാന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് അവിടുന്ന് എന്തായാലും 18 മാർക്കിനൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ ഏകദേശം ഒരു ധാരണ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും എക്സാക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊന്നും പൊതുവായിട്ടല്ല പബ്ലിക് ആയിട്ട് ഓണപരീക്ഷ നടത്തിയിട്ടില്ല. ഓരോ സ്കൂളുകളിലും അവരെടുത്ത ചാപ്റ്റേഴ്സ് വെച്ചിട്ട് ഒരു പരീക്ഷ നടത്തുക, അങ്ങനെയായിരുന്നു. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല, സെൻട്രലൈസ്ഡ് പേപ്പർ തന്നെയായിരിക്കും. അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഓരോ ചാപ്റ്ററിന്റെ ലെങ്ത്തും അതേപോലെ വെയിറ്റേജ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഏകദേശം സൊല്യൂഷൻസ് ഫസ്റ്റ് ചാപ്റ്ററിനും 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ടോപ്പിക്സ് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിന് ശേഷം പറഞ്ഞുതരാം. ഇലക്ട്രോ കെമിസ്ട്രി ആണെങ്കിൽ നമുക്ക് ഏകദേശം 20 +or-1 അങ്ങോട്ടോ ഇങ്ങോട്ടോ 1-2 മാർക്ക് വ്യത്യാസം ഉണ്ടാവും. അതേപോലെ തന്നെ കെമിക്കൽ കൈനറ്റിക്സിൽ അറൌണ്ട് ഒരു 19 മാർക്ക് അല്ലെങ്കിൽ 18 മാർക്ക് എക്സ്പെക്ട് ചെയ്യാം. D&F ബ്ലോക്ക് എലമെന്റ്സിന് 15-16 മാർക്ക്, അങ്ങനെ മൊത്തം 75 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ തന്നെ 60 മാർക്കാണ് മാക്സിമം കിട്ടുക. ഇതാണ് മാർക്കിംഗ് സ്കീം. ഇത് പക്ക ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പൊ നിങ്ങൾ ഊന്നി പഠിക്കേണ്ടത് ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ആണ്. D&F പഠിക്കേണ്ട എന്നല്ല, D&F കുറച്ചുകൂടെ പഠിക്കാൻ എളുപ്പമാണ്. മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ D&F തന്നെയാണ്. അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് സൊല്യൂഷൻസിൽ എന്തൊക്കെ സ്കിപ്പ് ചെയ്യാതെ പഠിക്കണം? മക്കളെ, ടൈപ്സ് ഓഫ് സൊല്യൂഷനിൽ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് പൊതുവെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് അതിനെ കുറിച്ച് പഠിച്ചിരിക്കണം. ദെൻ കോൺസെൻട്രേഷൻ ടേംസിൽ മൊളാലിറ്റി, നോർമാലിറ്റി, ppm ഇതുപോലുള്ള 4 കാര്യങ്ങൾ, പിന്നെ മാസ് പെർസെൻറ്റേജ്, ഇത് കൃത്യമായിട്ട് ഈ ഒരു 5 എണ്ണം മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. പിന്നെ മോൾ ഫ്രാക്ഷൻ ഡയറക്റ്റ് ചോദിക്കാൻ ചാൻസ് ഇല്ല. കാരണം ബാക്കിയുള്ള ടോപ്പിക്കുകളിലൊക്കെ മോൾ ഫ്രാക്ഷൻ വരുന്നത് കൊണ്ട് മോൾ ഫ്രാക്ഷൻ എടുത്ത് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പഠിക്കേണ്ടതെന്നല്ല, മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഇസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഈസ് ഹെൻറീസ് ലോ കോൺസ്റ്റന്റ്, ഹെൻറീസ് ലോ ആൻഡ് ആപ്ലിക്കേഷൻ. അപ്പൊ ഹെൻറീസ് ലോ എന്താണ്, അതിന്റെ ആപ്ലിക്കേഷൻസ് എന്താണ്, ഇക്വേഷൻ എന്താണ്, ഗ്രാഫ് എന്താണ്, കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ദെൻ ഞാനിവിടെ പറയുന്നു മൊളാരിറ്റി അതേപോലെ തന്നെ നോർമാലിറ്റി, ഇതൊക്കെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്സ് ആണ് കേട്ടോ. പഠിക്കാതെ പോകരുത്. +1 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ദെൻ റൗൾസ് ലോയും അതിന്റെ ഗ്രാഫും, റൗൾസ് ലോ എന്താണ്, അതിന്റെ ഗ്രാഫ് എന്താണ്, ഇക്വേഷൻ എന്താണ്, ദെൻ റൗൾസ് ലോ ഒബേ ചെയ്യുന്ന ഐഡിയൽ സൊല്യൂഷൻ എന്താണ്, അതേപോലെ ഒബേ ചെയ്യാത്ത നോഡൽ സൊല്യൂഷൻസ് എന്താണ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, എക്സാമ്പിൾസ് എന്താണ്, ഗ്രാഫ് എന്താണ്, മുഴുവൻ കാര്യങ്ങളും പ്രതീക്ഷിക്കാം. 20 മാർക്ക് ആയതുകൊണ്ട് തന്നെ മിനിമം 34 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ ഉണ്ടാവുക. 34 ക്വസ്റ്റ്യൻസ് നമ്മൾ 4 ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 8 ക്വസ്റ്റ്യൻ ഒക്കെ എന്തായാലും ഒരു ചാപ്റ്ററിന് വരുന്നതായിരിക്കും. ഓക്കെ, ദെൻ അസിയോട്രോപ്സ്, മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്, മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്, അത് മനസ്സിലാവണമെങ്കിൽ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് മനസ്സിലാവേണ്ടേ? തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് 4 നമ്മൾ പറയുന്നുണ്ട്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, അതേപോലെ തന്നെ ഓസ്മോട്ടിക് പ്രഷർ. ഈ 4 എണ്ണത്തിൽ എന്തായാലും 2-3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. അപ്പം ഇവരെ പേര് ചോദിക്കാം, അതേപോലെ പ്രോബ്ലംസ് ഉണ്ടാവും, അതേപോലെ വാൻ ഹോഫ് ഫാക്ടറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കേട്ടോ. അപ്പം അബ്നോർമൽ മോളാർ മാസ്, അതേപോലെ തന്നെ എന്താണ് വാൻ ഹോഫ് ഫാക്ടർ. അപ്പൊ ഈ ടോപ്പിക്കുകൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇവിടെ നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം 4 ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. പബ്ലിക് എക്സാമിന് മുഴുവൻ ചാപ്റ്റേഴ്സ് നിന്നാണ് 60 മാർക്ക് ഇടുക.
അപ്പൊ നമുക്ക് ചില ടോപ്പിക്സ് സ്കിപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എവിടുന്നും ചോദിക്കുക എന്നുള്ള രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതേപോലെ ഇലക്ട്രോ കെമിസ്ട്രിയോട് വരുന്ന സമയത്ത് ഗാൽവാനിക് നിന്ന് മസ്റ്റ് ആയിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഗാൽവാനിക് സെല്ലിന്റെ ഡയഗ്രാം വരയ്ക്കാനോ ഡയഗ്രത്തിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ചോദിച്ചിട്ട് അത് കണ്ടുപിടിച്ചതിനൊക്കെ ഉണ്ടായിരിക്കും. അതേപോലെ റെപ്രസെന്റേഷൻ ഉറപ്പായിട്ടും ചോദിക്കും. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് SHE കുറിച്ചിട്ട് കൃത്യമായിട്ട് ചോദിക്കും. അത് ഡിസ്കസ് ചെയ്യാൻ പറയും, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയും. അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നേൺസ്റ്റിക് ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ നേൺസ്റ്റിക് ക്വസ്റ്റ്യനും PHO ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. നേൺസ്റ്റിക് ക്വസ്റ്റ്യന് PHO ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടാവും. നേൺസ്റ്റിക് ക്വസ്റ്റ്യൻ അതേപോലെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അതേപോലെ ഗിബ്സൺ എനർജി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ എപ്പോഴും ചോദിക്കുന്നതാണ് മോളാർ കണ്ടക്ടിവിറ്റി, അതിന്റെ വേരിയേഷൻ ഓൺ ഡയലൂഷൻ, കണ്ടക്ടിവിറ്റിയുടെ വേരിയേഷൻ ഓൺ ഡയലൂഷൻ പഠിച്ചോളണം. കോൾഡ്രാഷസ് ലോ ഒക്കെ ഇതിൽ പെടുന്നതാണ്, മറക്കരുത്. കോൾഡ്രാഷസ് ലോ ഒന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കോൾഡ്രാഷസ് ലോ ആൻഡ് ആപ്ലിക്കേഷൻ ഒക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചോളണം. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇലക്ട്രോളിറ്റിക് സെല്ലും ഇലക്ട്രോളിസിസും അതിൽ പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ഫാരഡന്റെ ഫസ്റ്റ് ലോ മസ്റ്റ് ആയിട്ടും പഠിച്ചോ, ചോദിച്ചിരിക്കും. സെക്കൻഡ് ലോ ഒന്ന് നോക്കി വെച്ചോ. ദെൻ ബാറ്ററീസിൽ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയാണ്. എന്താ പഠിക്കേണ്ടത്, ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതേപോലെ തന്നെ ട്രൈ സെല്ലിന്റെ മെർക്കുറി സെല്ലിന്റെ പൊട്ടൻഷ്യൽ, ട്രൈ സെല്ല് 1.5 വോൾട്ട്, മെർക്കുറി സെല്ല് 1.35 വോൾട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഫ്യൂവൽ സെല്ലിൽ H2O2 ഫ്യൂവൽ സെല്ല് പഠിക്കാതെ എക്സാം എഴുതാൻ നിങ്ങൾ പോകണ്ട. അത് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അന്ന് ലീവ് ആക്കിക്കോ, എക്സാമിന് പോകണ്ട. ഓക്കെ, അതേപോലെ കൊറോഷൻ ആൻഡ് റസ്റ്റിംഗ് ഓഫ് അയൺ, ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നോക്കിയിരിക്കണം. ഓൾമോസ്റ്റ് 90% ടോപ്പിക് ഉണ്ട്, നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല. 4 ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ കെമിക്കൽ കൈനറ്റിക്സിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. അവിടെ നിങ്ങൾ റേറ്റിന്റെ എക്സ്പ്രഷൻസ്, ആവറേജ് റേറ്റ്, ഇൻസിഡൻസ് റേറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതേപോലെ റേറ്റ് ലോ എന്താണ്, റേറ്റ് കോൺസ്റ്റന്റ് എന്താണ്, റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്താണ്, മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അതേപോലെ ഓർഡർ, മോളിക്കുലാരിറ്റി എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി, ഓർഡർ കണ്ടുപിടിക്കുക, മോളിക്കുലാരിറ്റി കണ്ടുപിടിക്കുക, മുഴുവൻ കാര്യങ്ങളും എക്സാമിന് ചോദിക്കുന്നതായിരിക്കും. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ലോ, ഇക്വേഷൻസ് ഓഫ് സീറോ ഓർഡർ ആൻഡ് ഫസ്റ്റ് ഓർഡർ. ഇക്വേഷൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി ടി ഹാഫിന്റെ ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാൻ പറ്റത്തുള്ളൂ. ദെൻ ഹാഫ് ലൈഫ്, സീറോ ഓർഡറിന്റെ ഇക്വേഷൻ, ഫസ്റ്റ് ഓർഡറിന്റെ ഇക്വേഷൻ, ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693 ഡിവൈഡ് ബൈ കെ. ഏതിൻ്റെതാ, അത് കമന്റ് ചെയ്യട്ടോ, ഏതിനാണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, അതേപോലെ ടെമ്പറേച്ചർ ആൻഡ് റേറ്റ് ഓഫ് റിയാക്ഷൻ, അരീനിയസ് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, എഫക്ട് ഓഫ് കാറ്റലിസ്റ്റ്, കൊളീഷൻ തിയറി. ഇവിടെ അരീനിയസ് ഇക്വേഷനിൽ ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഡിഫൈൻ ആക്ടിവേഷൻ എനർജി എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. നിങ്ങൾ പേടിക്കേണ്ട, മുഴുവൻ ചാപ്റ്റേഴ്സിലെയും ഷുവർ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് വരാൻ പോവുകയാണ്. ഓക്കെ, ദെൻ നമുക്ക് DNF ബ്ലോക്ക് എലമെന്റ്സിൽ ഈ എലമെന്റ്സിന്റെ ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ടേബിൾ നോക്കിയിട്ടൊന്ന് മനസ്സിലാക്കുക. പിന്നെ ഇൻട്രൊഡക്ഷൻ പാർട്ടിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതേപോലെ പൊസിഷൻ, ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാം. അതേപോലെ എന്താണ് കോയിനേജ് മെറ്റൽസ്, അതുപോലുള്ള കുറച്ച് ജനറൽ ടോപ്പിക്സ് ഉണ്ട്. സിൽവർ, കോപ്പർ, അതേപോലെ നമ്മുടെ ഗോൾഡിനെ വിളിക്കുന്ന പേരാണ് കോയിനേജ് മെറ്റൽസ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. കോപ്പർ, സിൽവർ, അതേപോലെ ഗോൾഡ്. ദെൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, പലേഡിയം പോലുള്ള അറ്റോമിക് നമ്പർ പലേഡിയം പോലുള്ള ആൾക്കാരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ചെറിയൊരു എക്സെപ്ഷൻ ഉണ്ട്, അതൊക്കെ നോക്കി വെക്കുക. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് 11 പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ 4 എന്തായാലും പഠിച്ച ഉറപ്പായിട്ടും 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ പൊട്ടാഷ്യം ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷൻ, അതിന്റെ കെമിക്കൽ റിയാക്ഷൻസ്, അതിന്റെ സ്ട്രക്ചർ, ക്രോമേറ്റ് ഡൈക്രോമേറ്റിന്റെ സ്ട്രക്ചർ, പൊട്ടാഷ്യം പെർമാഗ്നേറ്റിന്റെ പ്രിപ്പറേഷൻ, അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ്, അതേപോലെ അതിന്റെ പൊട്ടാഷ്യം മാഗ്നേറ്റിന്റെ പെർമാഗ്നേറ്റിന്റെ സ്ട്രക്ചർ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ദെൻ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ഈസ് വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. ദെൻ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ലാന്തനോയിഡ്, അതേപോലെ മിസ് മെറ്റൽ, ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. പിന്നെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ലാന്തനോയിഡ്സ്, ആക്ടിനോയിഡ്സ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. ഇതൊക്കെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്സ് ആണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ടോപ്പിക്സ്. അപ്പൊ ഈ ടോപ്പിക്കുകളിൽ നിന്നും വരാൻ സാധ്യതയുള്ള പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും അടങ്ങിയിട്ടുള്ള ഒരു 20 മിനിറ്റ് 30 മിനിറ്റിന്റെ ഉള്ളിൽ ലെങ്ത് വരുന്ന ഷുവർ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ചെയ്തു തരുന്നതായിരിക്കും. സോ മാക്സിമം നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചു കൊടുക്കുക. നിങ്ങൾ കൃത്യമായിട്ട് ഓരോ ക്ലാസ്സും ഈ വീഡിയോ ക്ലാസ്സും കണ്ട് മനസ്സിലാക്കി പഠിച്ച് ഓണം എക്സാം അങ്ങോട്ട് പൊളിച്ചടുക്കിയേക്കാം. നമ്മൾ സ്കൂൾ തുറന്ന് നമ്മുടെ ഫസ്റ്റ് പബ്ലിക് എക്സാം ആണ്. നിങ്ങളുടെ ടീച്ചേഴ്സിനൊക്കെ ചിലപ്പോൾ നിങ്ങളെ കുറിച്ചൊരു മതിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ചില ആൾക്കാരെ കുറിച്ച് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും വേണ്ടില്ല, മതിപ്പുള്ളവർ മതിപ്പ് കൂട്ടുക, മതിപ്പില്ലാത്തവർ മതിപ്പ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു അവസരമായിട്ട് കാണുക. സോ എന്തായാലും ഓണപരീക്ഷ നമ്മൾ പൊളിക്കും. നിങ്ങളെ കൂടെ നമ്മൾ റേസ് ഉണ്ടായിരിക്കും. സോ മക്കളെ കൂടെ നിന്നോ, കാര്യം ഉണ്ടായിരിക്കും. സോ ഷുവർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതേപോലെ തന്നെ ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ടുള്ള രൂപത്തിൽ നിങ്ങൾക്ക് ഷുവർ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ ഷോർട്ട് ആക്കിയിട്ട് എന്ത് ചെയ്യും, ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ ഒരു 3 മിനിറ്റിൽ ഒതുങ്ങുന്ന രൂപത്തിൽ ഷോർട്സ് ആയിട്ട് നിങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാർക്ക് കിട്ടും. അതുകൊണ്ട് കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഓണം എക്സാം.
താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.